ജനങ്ങളുടെ ഏകീകരണം സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട്. ന്യൂനപക്ഷ ഭൂരിപക്ഷ വ്യത്യാസമില്ലാതെ വോട്ടർമാർക്കിടയിലെ ജനങ്ങളുടെ ഏകീകരണം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാ ജില്ലയും പരിശോധിക്കുമ്പോൾ, റിസൾട്ട് പരിശോധിക്കുമ്പോൾ മനസ്സിലാവും. എല്ലാ ജില്ലകളിലും എല്ലാ വിഭാഗങ്ങളിലും പൊതുസമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ നിൽക്കുന്ന എല്ലാവരെയും അവരുടെ ആസ്പിറേഷൻസിനെ അഡ്രസ്സ് ചെയ്യാൻ UDFന് സാധിച്ചിട്ടുണ്ട്. അപ്പം അതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയാണ് CPM ബോധപൂർവം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇപ്പോൾ പേരാമ്പ്രയിൽ ഞങ്ങളുടേതല്ല എന്ന് അവർ പറഞ്ഞു എന്ന് പറഞ്ഞു. നിങ്ങൾ ആലോചിക്കുക, ഒരാളുടെ ടങ് സ്ലിപ്പല്ല, പ്രസംഗത്തിൽ പറഞ്ഞു പോയൊരു വാചകമല്ല. ഒരു മാറ്റർ എഴുതി തയ്യാറാക്കി ആ മാറ്ററിന് ശബ്ദം കൊടുക്കേണ്ടത് ആരെന്ന് തീരുമാനിച്ചു, അതിനൊരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലേക്ക് അയച്ച് ആ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ അത് റെക്കോർഡ് ചെയ്ത് അതിൻ്റെ കോപ്പി എടുത്ത് മുഴുവൻ അനൗൺസ്മെൻറ്റ് വാഹനങ്ങളിലേക്കും കൊടുത്ത് അതിലെല്ലാത്തിലും അതിട്ട് പ്ലേ ചെയ്യുന്നൊരു സാധനം ഞങ്ങളുടേതല്ല എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡിനെ ഇനി കേരളത്തിലെ ജനങ്ങൾ അത്ര നിഷ്കളങ്കമായി കാണണം. വടകരയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും സമാനമായ ഇൻസിഡൻസ് ഉണ്ടായിട്ട് അവസാനം കോഴിക്കോട്ടെ മാധ്യമപ്രവർത്തകർക്കെങ്കിലും അറിയാൻ അവസാനം പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ അതിനെ തെറ്റുകാരായിട്ട് ചൂണ്ടിക്കാണിച്ചത് ആരെയാ? റിവേഷ് എന്ന് പറയുന്ന DYFI നേതാവിലല്ലേ അന്വേഷണം ചെന്ന് നിന്നത്? CPM എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി ഇതുവരെ എടുത്തിട്ടുണ്ടോ? അപ്പോൾ തെരഞ്ഞെടുപ്പിന് ഈ കളർ കൊടുക്കാൻ മറ്റ് പല സംസ്ഥാനങ്ങളിലും, നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJP ഇത്തരത്തിലുള്ള ടെർമിനോളജി ഉപയോഗിക്കാറുണ്ട്. ഹിജാബ്, പിന്നെ അത്തരത്തിലുള്ള പദങ്ങൾ, ജിഹാദ്, അത്തരത്തിലുള്ള പദങ്ങൾ ഉപയോഗിക്കാറുണ്ട്. കേരളത്തിലേക്ക് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കാഫറും കൗമും ഒക്കെ CPMന്റെ തെരഞ്ഞെടുപ്പ് പദങ്ങളായി മാറുന്നത് ആ പാർട്ടി ഗൗരവത്തോടെ അതിൻ്റെ പ്രവർത്തകർ വിലയിരുത്തണം. അതാണോ അവരാഗ്രഹിക്കുന്ന CPM എന്ന് അതിൻ്റെ പ്രവർത്തകർ അതിൻ്റെ നേതൃത്വത്തോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തയ്യാറാവണം. BJP പണമൊഴുക്കിയത് പാലക്കാട് നമ്മൾ കണ്ടു. പണമൊഴുക്കിയ BJP ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത ഒരു മാധ്യമ പ്രവർത്തകനെതിരെ നടത്തിയ ആക്രോശം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ മീഡിയ വണ്ണിൻ്റെ മാധ്യമ പ്രവർത്തകനെതിരെ നടത്തിയ ആക്രോശം നമ്മൾ കണ്ടതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, മറ്റെല്ലാ മാധ്യമങ്ങളും പറഞ്ഞല്ലോ ആദ്യം നിങ്ങളാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ആ BJP ലൈനിൽ കേരളത്തിലെ CPMും പ്രതികരിക്കുകയാണ്. വാർത്ത കൊടുത്ത ആളിൽ, ഞാൻ പണം കൊടുത്ത ആളെ ന്യായീകരിക്കുകയും അത് വാർത്ത കൊടുത്ത ആളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന BJP ശൈലി. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് അത്തരം ഡിവിസീവായിട്ടുള്ള കാര്യങ്ങളെ പിന്നെ CPM ഉപയോഗിക്കുകയാണ്. ആ പ്രവണത കൂടിയുള്ള തിരിച്ചടി ആയിരിക്കും കേട്ടോ ഈ തെരഞ്ഞെടുപ്പ്. വടകരയിൽ ഇതിനു മുമ്പ് അവർ നടത്തിയൊരു പരീക്ഷണം അതെങ്ങനെ പാളിയെന്ന് അവർക്കറിയാം. പക്ഷെ അതിൽ നിന്ന് അവർ പാഠം പഠിച്ചിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. കാഫിർ സ്ക്രീൻഷോട്ട് ആണെങ്കിലും, വടകരയിലെ കൗമ് അനൗൺസ്മെന്റ് ആണെങ്കിലും, പേരാമ്പ്രയിലെ അനൗൺസ്മെന്റ് ആണെങ്കിലും, ഏറ്റവും ഒടുവിലായിട്ട് കാട്ടുകള്ളം വീരപ്പൻ പറയുന്ന വാക്കുകളാണെങ്കിലും എല്ലാം ആയുധങ്ങളാണ്. CPMന്റെ ആയുധങ്ങൾ. എവിടെ നിന്നുള്ള ആയുധങ്ങൾ? AKG സെന്ററിൽ നിന്നുള്ള ആയുധങ്ങൾ അല്ലേ? ആ ആയുധങ്ങൾ വളരെ കൃത്യമായിട്ട് ജനങ്ങളെ ഭിന്നിപ്പിച്ച്, വിഭജിച്ച്, തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുവാനുള്ള ഏർപ്പാട്, ശ്രമം, അത് ഈ തെരഞ്ഞെടുപ്പിലും CPM ആവർത്തിച്ചു എന്നുള്ളതാണ്. വളരെ കൃത്യമായിട്ട് ഷാഫിക്കെതിരെ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി, ഷാഫിയുടെ ചോര വീണ മണ്ണിൽ കൗമിൻ്റെ കുട്ടി എന്നുള്ള അനൗൺസ്മെന്റ് ഉണ്ടാക്കി. അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ഷാഫിയുടെ പ്രകമ്പനം, അടിയുടെ ആ വേദന ഇവരെ വല്ലാതെ അലട്ടുമ്പോഴാണ്. അതെ, കാരണം ഇപ്പം ഈ പറയുന്ന മാധ്യമ സ്ഥാപനത്തിൽ ഇപ്പോൾ ഇരിക്കുന്ന വ്യക്തിയെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്, ആ മാധ്യമ സ്ഥാപനത്തിൽ ഈ ഇരിക്കുന്ന വ്യക്തി, ഇപ്പോഴിരിക്കുന്ന വ്യക്തിയുടെ കസേരയിൽ മുൻപിരുന്ന ആൾ ഇപ്പോൾ AKG സെന്ററിൽ ഇരിക്കുന്നുണ്ട്. ആ വ്യക്തി തന്നെയാണ് വേണ്ട വിധത്തിൽ ക്യാപ്സ്യൂളുകളാണല്ലോ, വാട്സപ്പ് യൂണിവേഴ്സിറ്റി വഴിയുള്ള ക്യാപ്സ്യൂളുകൾ എന്ന് പറഞ്ഞാൽ ഷാഫി പറമ്പിലിനെ വളരെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട്, ഷാഫി പറമ്പിൽ ഒരു മുസ്ലിം നേതാവ് എവിടെയെങ്കിലും എന്തെങ്കിലും രീതിയിൽ സ്വാധീനം ഉണ്ടാക്കുന്നുണ്ട്, അയാൾ ജനങ്ങൾക്ക് എല്ലാത്തിലും അപ്പുറം അയാൾ ജനങ്ങളിലെ ഒരു നേതാവാണെന്ന് തിരിച്ചറിവ് വന്നു തുടങ്ങുമ്പോൾ ഉടനടി ഈ വർഗീയതയുടെ കാർഡിറക്കുക അല്ലേ? ഷാഫിയെ വർഗീയവാദിയാക്കാൻ ആദ്യം ശ്രമം തുടങ്ങിയത് എവിടെ വെച്ചാ? 2024 വടകരയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പില് ഷാഫി പറമ്പിൽ വടകരയുടെ മണ്ണിൽ വന്നിറങ്ങിയിട്ട് ആരാണ് ടീച്ചർ, ആരാണ് ടീച്ചറമ്മ എന്ന് വടകരക്കാർക്ക് വളരെ കൃത്യമായി വരച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ആ നിമിഷം മുതൽ ഷാഫിയെ വർഗീയവാദിയാക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നതാ. പക്ഷേ
ഒരു കാര്യം ആലോചിക്കണം. ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വ്യക്തി വളരെ കൃത്യമായിട്ട്, ഇപ്പം നിങ്ങൾ കേട്ടില്ലേ സംസാരം, വളരെ കൃത്യതയാർന്ന, വളരെ പക്വതയുള്ള എല്ലാ രാഷ്ട്രീയ മര്യാദകളും പാലിച്ചുകൊണ്ട് പൊതുജന മുന്നിൽ എങ്ങനെ സംസാരിക്കണമെന്ന് ഇന്നും CPM-ന്റെ ഒരുത്തനും അറിയാത്ത കാര്യം അത് ഷാഫിക്കറിയാം. അത് തന്നെയാണ് അയാളുടെ ഇത്രയും വലിയ സ്വാധീനത്തിൻ്റെ ഘടകവും എന്ന് പറയുന്നത്. സാക്ഷാൽ ഗോവിന്ദന് പോലും അല്ലേ, ഇപ്പം നമ്മൾ സാധാരണക്കാരായ നമ്മൾ സംസാരിക്കും പോലും നമുക്ക് ചില വാക്കുകൾ അങ്ങ് പറഞ്ഞില്ലെങ്കിൽ നമുക്കതങ്ങ് ഒരു പൂർണ്ണത കിട്ടാത്ത പോലെയാണ്. പക്ഷേ എത്രയൊക്കെ പ്രകോപിപ്പിച്ചാലും എത്രയൊക്കെ അയാളെ കടന്നാക്രമിച്ചാലും ഷാഫിയുടെ സംസാരങ്ങൾ അത് അഗ്രസീവ് അല്ല. ഷാഫിയുടെ സംസാരങ്ങളിൽ വലിയ പ്രത്യയശാസ്ത്രങ്ങളില്ല. പക്ഷേ ഒന്നുണ്ട്, അത് എല്ലാ മനുഷ്യരെയും കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ ഒന്നടങ്കം സ്വാധീനിക്കാൻ കഴിവുള്ള ചില വാക്കുകളാണ്. വളരെ ലളിതമായ വാക്കുകൾ ജനമനസ്സുകളിലേക്ക്. എന്നാൽ അഗ്രസീവ് അല്ല, മൂർച്ച കുറവാണ്, വളരെ മയപ്പെട്ട വാക്കുകളാ. എന്നാലും ആ വാക്കുകൾ ജനമനസ്സുകളിലേക്ക് ഇങ്ങനെ തുറച്ചു കയറുകയാണ് അല്ലേ. ഇത് തന്നെയാണ് CPM-ന്റെ പ്രശ്നം. ആ പ്രശ്നം തുടങ്ങിയത് കാഫിർ സ്ക്രീൻഷോട്ട്, വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ടില്ല. ആ പ്രശ്നം അതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ടായത് പേരാമ്പ്രയിലെ കൗമില കുട്ടിയിൽ നിന്ന്. അതിന് അവസാനമില്ലാതെ അത് വീണ്ടും കണ്ടിന്യൂ. അതിങ്ങനെ ഒരു ചങ്ങല പോലെ, ഇങ്ങനെ കെട്ടുപിണിഞ്ഞ് കിടക്കുന്ന ചങ്ങല പോലെ, പരസ്പരം ബന്ധമുള്ള ചങ്ങല പോലെ അടുത്ത കണ്ണിയിലേക്ക് പോവുകയാ. അതാണ് ഈ പറയുന്ന കാട്ടുകള്ളം വീരപ്പൻ എന്ന് പറയുന്നത്. അതിൽ എനിക്ക് ഇവിടെ ഒരു അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നത്, കാട്ടുകള്ളം വീരപ്പൻ ഒരു ക്രിമിനൽ, പക്ക ക്രിമിനൽ അല്ലേ, ഒരു പക്ക ക്രിമിനൽ. കൊള്ളയടിച്ച് പറ്റിച്ച് തട്ടിപ്പും വെട്ടിപ്പും നടത്തി പാവങ്ങളെ പറ്റിച്ച് ഗോത്രവിഭാഗത്തെ പോലും പറ്റിച്ച്, സാധുക്കളായ ഗോത്രവിഭാഗത്തെ പോലും പറ്റിച്ച് കുറേ പണമുണ്ടാക്കി, സർക്കാരിനെയും പറ്റിച്ചു. അപ്പോൾ പണമുണ്ടാക്കി ചാനൽ വാങ്ങിയപ്പോൾ ഈ സർക്കാരും പിണറായി വിജയനും ഈ കാട്ടുകള്ളം വീരപ്പനും തമ്മിൽ ഒരു കരാറെത്തി. എന്താ കരാറ്? നീ അവിടെ ഇരുന്ന് ന്യൂസ് റൂമിലിരുന്ന് എൻ്റെത് ഊമ്പണം, ഞാൻ ക്ലിഫ് ഹൗസിലിരുന്ന് നിനക്ക് ഊമ്പിത്തരും. ഇതാണ് കരാറ്. ആ കരാറിന് പ്രകാരമാണ് ഇവൻ ന്യൂസ് റൂമിലിരുന്ന് ഊമ്പാൻ തുടങ്ങിയത്. മറ്റവൻ അവിടെ ഇരുന്ന് ഊമ്പി. അതിൻ്റെ ഫലമാണ്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇപ്പം നിങ്ങൾക്കെതിരെ ഒരു പെറ്റി കേസ് ഉണ്ടെങ്കിൽ നിങ്ങളെ അന്വേഷിച്ച് നിങ്ങളുടെ വീട്ടിലെത്തില്ലേ ആളുകൾ, നിയമപാലകർ അല്ലേ? 40 കുറ്റപത്രം തലക്ക് മീതെ നിന്നിട്ടും 10 വർഷമായിട്ട് ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എങ്കിൽ ഊമ്പല് നന്നായിട്ട് നടക്കുന്നുണ്ട് എന്നല്ലേ അതിൻ്റെ അർത്ഥം. പരസ്പരം മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ഊമ്പിക്കൊടുത്തുകൊണ്ടിരിക്കുക. മനസ്സിലായില്ലേ? പേപ്പട്ടി കുരക്കും പോലെ ന്യൂസ് റൂമിലിരുന്ന് കുരക്കാൻ ഈ ക്രിമിനലിന് എന്താണ് അവകാശം അല്ലേ? എന്താണ് അവകാശമുള്ളത്? എന്ത് അർഹതയാണുള്ളത്? എന്ത് യോഗ്യതയാണുള്ളത്? ഈ കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് രാഷ്ട്രീയം പറയാൻ, ഈ കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് സാമൂഹിക നിരീക്ഷണം നടത്താൻ ഈ ക്രിമിനൽ കാട്ടുകള്ളം വീരപ്പന് എന്താണ് യോഗ്യത? എന്ത് യോഗ്യതയാണുള്ളത്? ഒരു യോഗ്യതയുമില്ല. അപ്പോൾ ഇത്തരത്തിൽ സമൂഹം നായ തൊട്ട കലം പോലെ മാറ്റി നിർത്തേണ്ട ഒരു കാട്ടുകള്ളൻ വീരപ്പൻ ക്രിമിനൽ അവിടെ ഇരുന്ന് പേപ്പട്ടി കുരക്കും പോലെ കുരക്കുക. ആ കുര എന്ന് പറയുന്നത് പോയിസണാണ്, വിഷമാണ്. എന്തിൻ്റെ വിഷം? ഈ സമൂഹത്തെ, കേരളത്തിൻ്റെ പൊതുജനതയെ, ഈ പൊതുസമൂഹത്തെ ഒന്നടങ്കം നശിപ്പിക്കാൻ പര്യാപ്തമായിട്ടുള്ള വിഷമാണ് ആ കാട്ടുകള്ളം വീരപ്പൻ്റെ നാവിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാ. വളരെ കൃത്യമായിട്ട് ഷാഫി പറമ്പിൽ എത്ര പക്വതയോടുകൂടിയാണ് അയാൾ ഈ നേരിടുന്നത്. അയാൾക്കതിനുള്ള ആർജവമുണ്ട്, അല്ലെങ്കിൽ അയാൾക്ക് അതിനുള്ള എക്സ്പീരിയൻസ് ഉണ്ട്, രാഷ്ട്രീയ അനുഭവമുണ്ട്. കാരണം പാലക്കാട്ട് നിന്ന് വണ്ടി കയറി വടകരയുടെ മണ്ണിൽ പോയി ഇറങ്ങിയ ഷാഫി, ആ വടകരയുടെ മണ്ണിൽ ഷാഫി പറമ്പിൽ കണ്ടു തുടങ്ങിയതാ ഈ വർഗീയതയുടെ ചാപ്പകുത്തല്. പല രീതിയിൽ ചാപ്പകുത്തി അല്ലേ? എന്തൊക്കെയായിരുന്നു അല്ലേ? KK ശൈലജ എന്ന് പറയുന്ന പക്ക ഫ്രോഡ്, ആ ഫ്രോഡിൻ്റെ നേതൃത്വത്തിലായിരുന്നില്ലേ
പച്ച കള്ളം മാത്രം വിളിച്ചു പറയുന്ന സഖാക്കള്. ഒരാൾ എന്നില്ല, എല്ലെണ്ണം അതെ. നുണയുടെ ഫാക്ടറി അങ്ങ് ഉത്തരേന്ത്യകളിൽ വ്യാജങ്ങളുടെ, പച്ച നുണകളുടെ, അസത്യങ്ങളുടെ, കളവിൻ്റെ ഫാക്ടറി, വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ ഫാക്ടറി തുറന്നു വെച്ചിരിക്കുന്നത് സംഘപരിവാരമാണെങ്കിൽ, ഇങ്ങ് കേരളത്തിൽ അവിടെ അന്ധഭക്തരാണെങ്കിൽ ഇവിടെ അന്തംഗമ്മികളാണ്. ഈ വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ, നുണയുടെ, കളവിൻ്റെ, അസത്യത്തിൻ്റെ ഒക്കെ ഫാക്ടറി തുറന്നു വെച്ചിട്ടാണ് പണി. ആ ഫാക്ടറികൾ പ്രവർത്തിക്കുന്നതോ, ആ ഫാക്ടറികൾ നിലകൊള്ളുന്നതോ അത് വടകരയുടെ മണ്ണിൽ. ആ മണ്ണിൽ നിന്ന് വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ, വിഭാഗീയതയുടെ, വിഭജനത്തിൻ്റെ, ഭിന്നിപ്പിൻ്റെ ആയുധങ്ങൾ ഓരോന്നോരോന്നായി പുറം തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരു സെക്യുലർ പൊളിറ്റീഷ്യനെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് കൂട്ടം കൂടി വേട്ടയാടി അങ്ങ് തീർത്ത് കളയാമെന്ന് ഏതെങ്കിലും പുന്നാരമോൻ കരുതുന്നുണ്ടെങ്കിൽ പ്രതിരോധം തീർക്കാൻ ആയിരങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം ഒരുത്തരും മറക്കണ്ട. അതിന് ന്യൂസ് റൂമിൽ ഇരുന്നിട്ടാണെങ്കിലും ശരി, അല്ല ക്ലിഫ് ഹൗസിൽ ഇരുന്നിട്ടാണെങ്കിലും ശരി, ഊമ്പൽ വിദഗ്ധന്മാര് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഫോൺ ഫാമിങ്ങിലൂടെ ഉണ്ടാക്കുന്ന റീച്ചിനേക്കാൾ വലിയ റീച്ച് ഉണ്ടാക്കാൻ കെൽപ്പുള്ളവന്മാർ ഇപ്പുറത്ത് ഇരിപ്പുണ്ട് എന്നുള്ളതാ. അത് മനസ്സിലാക്കണം നിങ്ങൾ. മനസ്സിലായില്ലേ? ഇപ്പുറത്തുള്ളവന് ഇതൊരു തൊഴിലിന്റെ ഭാഗമായിട്ട് കൊണ്ടു നടക്കുന്നവനാ. അവന് ഫോൺ ഫാമിങ്ങിലൂടെ റീച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവന്റെ കാര്യം നടക്കില്ല. അവൻ വളരെ കൃത്യമായി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു കീ അതിനെ ആയുധമാക്കിക്കൊണ്ട് ഇപ്പുറത്തിരുന്ന് ആയിരങ്ങൾ പ്രതിരോധം തീർക്കാനുണ്ട്. അത് ന്യൂസ് റൂമിൽ ഇരുന്ന് പടച്ചു വിടുന്ന വാദങ്ങൾക്ക് ഈ പറയുന്ന ആയിരങ്ങളുടെ വാക്കുകളെ മറികടക്കാനുള്ള കാര്യപ്രാപ്തി ഉണ്ടാവില്ല, പ്രതിരോധ ശേഷി ഉണ്ടാവില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഏതൊക്കെ ഊമ്പൽ വിദഗ്ധൻ എവിടെയൊക്കെ ഇരുന്ന് എന്തൊക്കെ ഉണ്ടാക്കിയാലും സോഷ്യൽ മീഡിയയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല, അത്രയേ പറയുന്നുള്ളൂ. സോഷ്യൽ മീഡിയയുടെ ഇമ്പാക്റ്റ് എന്താണ് എന്ന് നിങ്ങൾക്കറിയുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ കേട്ടില്ലേ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ? എവിടുന്ന ആ വാക്ക് വന്നത്? എന്താണ് ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം എന്താണ്? സ്വാധീനിക്കാൻ കഴിവുള്ളവൻ. ഞഞ്ഞാ പിന്നെയല്ല, അങ്ങനെയും കുറേ എണ്ണം ഉണ്ട്. അതിപ്പോൾ എല്ലാ മേഖലയിലും ഉണ്ട് കേട്ടോ. ഇപ്പം സിനിമാ മേഖലയിൽ നിങ്ങളൊന്ന് നോക്കിയേ, നട്ടല് എന്ന് പറയുന്ന സാധനം ഇല്ലാത്ത കുറേ എണ്ണം എല്ലായിടത്തും ഉണ്ടാവും. നിലപാടുകൾ പറയാൻ അറിയാത്ത കുറേ എണ്ണം എല്ലായിടത്തും ഉണ്ടാവും. അത് എല്ലാ മേഖലയിലും ഉണ്ട്. പക്ഷേ വളരെ കൃത്യമായിട്ട് നിലപാടുകൾ വെച്ച് ഷാഫി പറമ്പിലിനെ പ്രതിരോധിക്കാൻ, ഷാഫി പറമ്പിലിന് സുരക്ഷാ കവചമൊരുക്കാൻ, അയാളെ ഒരു പോറൽ പോലും ഏൽക്കാതെ സംരക്ഷിക്കാൻ കെൽപ്പുള്ള ആയിരങ്ങൾ മറുഭാഗത്തുണ്ട് എന്നുള്ളത് ഒരു മറ്റേല മോനും മറക്കണ്ട എന്ന് മാത്രമേ പറയുന്നുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കാഫിർ സ്ക്രീൻഷോട്ടും പേരാമ്പ്രയിലെ അനൗൺസ്മെൻറ്റും ഇപ്പോൾ ഈ പേപ്പട്ടി ന്യൂസ് റൂമിൽ ഇരുന്ന് കുരച്ചതും എല്ലാം സോഴ്സ് എന്ന് പറയുന്നത് ഈ ക്യാപ്സ്യൂളുകൾ നിർമ്മാണം നടത്തപ്പെട്ടത് AKG സെൻറ്ററിൽ നിന്നാണ്. ആ AKG സെൻറ്ററിൽ നിന്ന് വരുന്ന ക്യാപ്സ്യൂളുകൾക്ക് കേരളത്തിലെ സാധാരണക്കാരൻ്റെ പ്രതിരോധ ശേഷിയെ മറികടക്കാനുള്ള അത്രയും പവർഫുൾ അല്ല, അത്രയും കെൽപ്പില്ല എന്ന് മാത്രം മനസ്സിലാക്കുക.